Welcome to this video. 1 തിമോഥെയോ 4 അധ്യായം 12 വാക്യം. നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം 13 വാക്യം. ഞാൻ വരുവോളം വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മൾക്കിതൊക്കെ കഠിനമാണ്, എന്നാൽ നാം ചെയ്യേണ്ടതാവുന്നു. നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ യൗവനം തുച്ഛീകരിക്കുക. നമ്മുടെ യൗവന പ്രായത്തിൽ നമ്മൾ ഇഷ്ടം പോലെ ജീവിക്കാതെ, ഇഷ്ടം പോലെ നടക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിക്കുകയും നിന്റെ യൗവനം തുച്ഛീകരിക്കപ്പെടാതിരിക്കാൻ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുവാൻ നമ്മൾ നോക്കണം. വാക്കിലും നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നടപ്പ്, നമ്മളെങ്ങനെ നടക്കുന്നു, നമ്മുടെ വീട്ടിൽ, ഭവനത്തിൽ, വെളിയിൽ, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നടക്കുന്നു, നമ്മുടെ നടപ്പ്. ചിലരുടെ നടപ്പ് കണ്ടാൽ നമ്മൾക്കറിയാം. അതുകൊണ്ട് അവരോടൊന്നും കൂട്ടുകൂടരുത്. ദുഷ്ട കൂട്ടുകെട്ടിലൊന്നും പെടരുത്. പെട്ടുകഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വിടുവിക്കപ്പെടുവാനും ഭയങ്കര പ്രയാസമാണ്. കണ്ണുനീർ പൊഴിക്കേണ്ടി വരും. കണ്ണുനീരാകും ഒടുവിൽ. അതുകൊണ്ട് നമ്മുടെ നടപ്പ് നല്ലതാകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തെറ്റെന്ന് കാണും പെട്ടെന്ന് അത് മാറ്റിക്കളയുവാൻ നമ്മൾ നോക്കണം. നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും, നമ്മൾ മറ്റുള്ളവർ സ്നേഹത്തോടായിരിക്കാൻ, ദൈവസ്നേഹത്തിൽ, ലൗകിക സ്നേഹമല്ല, ദൈവസ്നേഹത്തിലായിരിക്കാൻ നമ്മൾ നോക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ പാടാണ്. എന്നാൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ നമ്മൾ ചെയ്യും. ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ നാം ചെയ്യും. സ്നേഹത്തിലെ, വിശ്വാസത്തിൽ, നിർമ്മലതയിലെ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നിർമ്മലതയിൽ നാം കളങ്കമറ്റവരായി പ്രാവിനെപ്പോലെ നിഷ്കളങ്കതയോടെ ആയിരിക്കാനിടയാകണം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ നിർമ്മലതയിലും സ്നേഹത്തിലും നടപ്പിലും നമ്മുടെ വാക്കിലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാകുന്നു. നാം അറിയാതെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾക്ക് കെണിയായി മാറാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കാം. എൻ്റെ ജീവിതത്തിലും ഇതൊക്കെ ഞാൻ അനുകരിക്കേണ്ടതാണ്. അത് നാം ചെയ്യേണ്ടതാണ്. ഞാനും ദൈവം എന്നെയും സഹായിക്കട്ടെ, എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനം ദൈവം നമ്മൾക്ക് ഒരു ഉണർവ് നൽകട്ടെ. ആമീൻ, 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 ആമീൻ.